യുദ്ധം സർവനാശത്തിൻ്റെ എല്ലാ സാധ്യതകളും തോന്നിപ്പിക്കും വിധം അതിരൂക്ഷമാവുകയാണ്. ഏകപക്ഷീയമായി 10,000-കണക്കിന് മനുഷ്യരെ കൊന്ന ഗസയിലെ യുദ്ധം പോലെ ഇസ്രയേലിന് ഒരു നഷ്ടവും സംഭവിക്കാതെ അതിവേഗം ഇതിൽ തോൽപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ ആവില്ല. ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ ഇറാൻ്റെ കടുത്ത ആക്രമണത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ വീട് പോലും ലക്ഷ്യമാക്കിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. CNN, BBC തുടങ്ങിയ മാധ്യമങ്ങളൊക്കെയും എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഏകപക്ഷീയമായിട്ടാണ്. അതായത് സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, സിവിലിയൻ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. എന്നാൽ തിരിച്ച് ഇറാനെ ആക്രമിച്ചതെല്ലാം ഈ പറയുന്ന തന്ത്രപ്രധാനമായ മേഖലകളിലാണ്, ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്ന ഇടങ്ങളിലാണ്, സൈനിക കേന്ദ്രങ്ങളിലാണ് എന്നൊക്കെയാണ് തിരിച്ചു പറയാറുള്ളത്. എന്നാൽ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാനും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൽ അടിക്കുമ്പോൾ, ഗസയിൽ അടിക്കുമ്പോൾ ഏകപക്ഷീയമാണ്. എല്ലാവരും കാഴ്ചക്കാരെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. എന്നാൽ ഇറാൻ അവരുടെ യുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രം വെച്ച് അവസാന ശ്വാസം വരെ പോരാടും. അവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും പ്രയോഗിക്കും. എന്ന് മാത്രമല്ല, അതിൻ്റെ വലിപ്പത്തിലും ശക്തിയിലുമെല്ലാം ഇസ്രയേലിൻ്റെ എത്രയോ ഇരട്ടി വരും ഇറാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഇറാനെയും ഇസ്രയേലിനെയും മാത്രം പരസ്പരം ആക്രമിക്കാനായി ബാക്കി ശക്തികളാരും ഇടപെടാതെ വിട്ടുകൊടുത്താൽ അത് ഇസ്രയേലിൻ്റെ പതനത്തിന് തന്നെ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, ഈ യുദ്ധം തുടങ്ങുന്നതിന് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് 100ഓളം മിസൈലുകൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറി എന്നാണ് പറയുന്നത്. ഇതുവരെ അമേരിക്ക പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ലെങ്കിലും പിന്നിൽ നിന്ന് എല്ലാ പിന്തുണയും എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് എന്ന ബലത്തിലാണ് നെതന്യാഹു ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. ഈ ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ തങ്ങളെ സംരക്ഷിക്കാൻ അയൺ ഡോം ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു മിസൈലും ഒരു ഈച്ചയും ഇസ്രയേലിലേക്ക് കടക്കില്ല എന്ന ചിന്തയുമൊക്കെ ഇറാൻ്റെ തിരിച്ചടിയിലൂടെ തകർന്നിട്ടുണ്ട്. ടെല്ലവീവിലും അതുപോലെ തന്നെ ഹൈഫ തുറമുഖത്തുമൊക്കെ കനത്ത നാശമാണ് ഈ ആക്രമണങ്ങളൊക്കെ വിതച്ചിട്ടുള്ളത്. കൂടാതെ നോർത്തേൺ ഇസ്രയേലിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അതിശക്തമായ ആക്രമണമുണ്ടായതായും തങ്ങൾ പ്രതിരോധിച്ചതായിട്ടുമാണ് IDF പുറത്തുവിടുന്ന വിവരം. പറഞ്ഞു വരുന്നത്, സർവകാല നാശത്തിൻ്റെ എല്ലാ സാധ്യതകളും ഈ യുദ്ധം തുറന്നിടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഗ്യാസും ഓയിൽ മേഖലകളും എണ്ണപ്പാടങ്ങളുമൊക്കെ ആക്രമിക്കുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അകലെ നിന്നതെല്ലാം കത്തിപ്പോയി എന്ന ആവേശം കൊള്ളുന്നവർ മനസ്സിലാക്കേണ്ടത് അവിടം കൊണ്ട് അവസാനിക്കില്ല ആ ആക്രമണങ്ങളുടെ പ്രത്യാഘാതം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥയുടെ ഇടപെടലുണ്ടായി ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് ഇസ്രയേലിനും പുതിയൊരനുഭവമായിരിക്കും എന്നതാണ് സത്യം. പലപ്പോഴും ഫലസ്തീനിലെ ആളുകളെ കൊല്ലുന്നത് പോലെ കേവലം കണക്ക് മാത്രം വെച്ചുള്ള കളികളിൽ ഇവിടെ വിജയിക്കാനാവില്ല. സ്വന്തം ജനതയും നാടും അനുഭവിക്കുന്നതും നെതന്യാഹുവിന് കാണേണ്ടി വരും. ഏത് യുദ്ധവും വിനാശകരമാണ്. വിപരീത ഫലമാണ് ഉണ്ടാകുക. ആരും ജയിക്കില്ല, എല്ലാവരും പരാജയപ്പെടുക തന്നെ ചെയ്യും.